മദർ ബോർഡിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വൺ സൈഡ് നമുക്ക് ഹാഫ് റീഡിങ്ങും അതോടൊപ്പം തന്നെ വൺ സൈഡ് നമുക്ക് നോ റീഡിംഗും ആണ് കാണിക്കുന്നത്. സോ നമുക്ക് മദർ ബോർഡിന്റെ VBAT ലൈൻ നമുക്ക് നോർമൽ ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഈ VBAT ബാറ്ററിയിൽ നിന്ന് പോകുന്ന വോൾട്ടേജ് ഡയറക്റ്റ് എത്തിച്ചേരുന്ന IC ആണ് ചാർജിംഗ് IC അഥവാ PMI, പവർ മാനേജ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് BQ25601 എന്ന നമ്പറുള്ള ചാർജിംഗ് IC ആണ് വരുന്നത്. സോ ചാർജിംഗ് ICയിലേക്ക് ഈ VBAT ബാറ്ററി വോൾട്ടേജ് റിസീവ് ചെയ്തതിനു ശേഷം ചാർജിംഗ് IC ആണ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആവശ്യമായ മെയിൻ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ VPH സിസ്റ്റം വോൾട്ടേജ് തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്നു. സോ ഈ ചാർജിംഗ് ICയിൽ നിന്നും ഫസ്റ്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് VPH വോൾട്ടേജ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിയറസ്റ്റ് നിൽക്കുന്ന ബക്ക് കോയിൽ വഴിയാണ്. സോ നമുക്ക് ഈ ബക്ക് കോയിലേക്കുള്ള ഇംപിഡൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബക്ക് കോയിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ബക്ക് കോയിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബക്ക് കോയിൽ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നമുക്ക് രണ്ട് പാഡുകൾ നമുക്ക് കാണാം. സോ ഇതിനകത്തെ ഈ ഒരു പാഡ് നമുക്ക് ചാർജിംഗ് ICയിൽ നിന്നും VPH വോൾട്ടേജ് എത്തുന്നതും അതുപോലെ തന്നെ ഈ പാഡിലൂടെയാണ് ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് മെയിൻ വോൾട്ടേജ് ഔട്ട്പുട്ട് പോകുന്നതും. സോ ഈ പാഡ് നമുക്ക് നോർമൽ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ബക്കോയിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോർമൽ ആയിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ ഇൻപുട്ട് പാഡാണ് ഷോർട്ട് ആയിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇൻപുട്ടിലേക്ക് വോൾട്ടേജ് വരുന്നത് ഈ നിയറസ്റ്റ് നിൽക്കുന്ന ചാർജിംഗ് ICയിൽ നിന്നാണ്. സോ ഈ IC നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരാം. ഇത് ബിഗിനേഴ്സിനെ ഹെൽപ്പ് ആവും. ഇപ്പൊ നമ്മൾ ബോർഡിൽ നിന്ന് ചാർജിംഗ് IC നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ചാർജിംഗ് IC റിമൂവ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഇൻപുട്ട് പാഡ് നമുക്ക് നോർമൽ ആയിട്ട്. സോ ഈ ഹാൻഡ്സെറ്റ് ഡെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബാറ്ററി